ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ കണ്ടില്ലേ, താറാവ് റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 താറാവിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കോഴി നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ തൂവലകളെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്, നല്ലപോലെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൂവൽ പറിച്ച് കളഞ്ഞ് അതുപോലെ തന്നെ ചെറുതായിട്ടും തീയിൽ കാണിക്കും. തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തീ കത്തിച്ചിട്ട് അതിന് നമ്മൾ ഈ കോഴി നമ്മൾ തൂക്കിയിട്ടിട്ട് അതിനെ തീയിലൊന്ന് കാണിക്കണം. നല്ലപോലെ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തൂവലുകൾ പോകാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും. അതുപോലെ തന്നെ ഈ തീ കാച്ചുന്നതുകൊണ്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ ചൂട് കൊള്ളിക്കുന്നതുകൊണ്ട് അതിലുള്ള എന്താ പറയുക, ചേറിൻ്റെ മണം, ഈ താറാവ് ചേറിലൊക്കെ കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ചേറ് മണം പോയി കിട്ടും. താറാവിന് പ്രത്യേകിച്ച് നമ്മൾ നാടൻ കോഴിനേക്കാൾ കുറച്ചുകൂടി സ്മെല്ല് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന്, ചേറിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നല്ലപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകുക. എന്തെങ്കിലും വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ പോകാനും ആ മണങ്ങളൊക്കെ ഒന്ന് പോയി, ചേറിൻ്റെ മണവും എല്ലാം പോയി കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഓക്കെ. ഇന്ന് നമ്മുടെ ഹെൽപ്പിനായിട്ട് എൻ്റെ ബ്രോയാണുള്ളത്. ബ്രോയും ഞാനും കൂടിയിട്ടാണ് ഇത് നമ്മൾ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മഴയാണ്, പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം രണ്ടും കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങളാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കോഴി നേരെയൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ നേരെയാക്കുന്ന സമയത്ത് അതിൻ്റെ താറാവിൻ്റെ മുട്ടയാണ് കാണുന്നത്, നമ്മൾ മുട്ടയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ വേസ്റ്റ് കളയുന്നതിനോടൊപ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലൊരു പച്ച കളറിൽ സാധനം ഉണ്ടാവും. നമ്മൾ കരളിൻ്റെ അടുത്തായിട്ടൊരു പച്ച കളർ സാധനം കാണുന്നത്, ആ ഒരു സംഭവം. അപ്പോൾ അത് പൊട്ടാതെ ശ്രദ്ധിക്കണം. കോഴി നേരെയൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറയണം. ആ പൊട്ടാതെ നമ്മൾ കരളൊക്കെ മാറ്റിയെടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം നല്ലപോലെ കയ്പ്പായിരിക്കും ഇറച്ചിക്ക്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഒരു ചെറുതായിട്ട് സാധനം നമ്മൾ കരലിനോട് ചേർന്നിട്ട് തന്നെ കാണും. അപ്പോൾ അത് പൊട്ടാതെ മാറ്റിയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട്. അത് മാത്രമേ ഇതിൽ മെയിനായിട്ട് കളയാനുള്ളൂ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം കഷ്ണങ്ങളാക്കാം. തൂവലോടെ നമ്മൾ കോഴീനെ പിടിച്ച് നോക്കുന്ന സമയത്ത് താറാവ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, രണ്ടും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ തൂവലുകളെല്ലാം പറിച്ച് കഴിഞ്ഞ് നമ്മളത് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ 2 കോഴികൾ പോലെയായി. നമുക്ക് വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം കഷ്ണങ്ങളായിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മളതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നല്ലപോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേഗം കഷ്ണങ്ങളാക്കി എടുക്കാം. അതിൻ്റെ മുട്ടയാണ്, താറാവിൻ്റെ മുട്ടയാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് ഇടുക. ഇനി നല്ലപോലെ ഒന്ന് ഇതിനെ കഴുകിയെടുത്താൽ നമ്മുടെ പണി എളുപ്പമായി. അതിനുശേഷം നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മസാലയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് 3 കൂടി നമ്മൾ പേസ്റ്റ് ആക്കിയതാണ് ഇത്. അതുപോലെ തന്നെ ഗരം മസാല നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് പൊടിച്ചതാണ്, അല്ലാതെ വാങ്ങിയതല്ല. വേണമെങ്കിൽ നമുക്ക് വാങ്ങിയത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പൊടിച്ചതാണ്. ഈ ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ ഗരം മസാല ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഓക്കെ. അപ്പം നമുക്ക് നേരെ ആ ഗരം മസാല നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല, അതിൽ ഓൾറെഡി മുളക് പൊടി കുറച്ചുകൂടി മിക്സിങ് ആയിട്ടുണ്ട്, പൊടി അല്ലെങ്കിൽ നമുക്കത് ഗരം മസാല ആദ്യം ഒന്ന് അതിലേക്ക് കൊട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം ഗരം മസാല ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ആ പേസ്റ്റ് അത് നമുക്ക് അതിലോട്ട് ഇടാം. ഇനി നമുക്ക് കുരുമുളക് നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഉണ്ട് എങ്കിലും കുരുമുളക് നമുക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് താറാവ് കറി ആയതുകൊണ്ട് കുറച്ച് എരിവും ഇതൊക്കെ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും
കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് മുളക് പൊടി നമുക്ക് ഗരം മസാല കുറച്ച് ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി അധികം വേണ്ട എങ്കിലും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടിയുപ്പ് ആവശ്യത്തിന് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. താറാവായതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി എന്താ പറയുക നല്ല രീതിയിൽ മസാലയൊക്കെ വേണ്ടി വരും, കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊക്കെ നമ്മൾ വീണ്ടും ആഡ് ചെയ്തത്. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതിനെ ഒഴിക്കുന്നത് വെച്ചാൽ ആ മസാലയൊക്കെ നല്ലപോലെ ഇറച്ചിയിലൊന്ന് പിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ എല്ലാവിടെയും ഒന്ന് കുഴച്ചെടുക്കാം. മസാല എല്ലായിടും നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കൊന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് 10 മിനിറ്റ് ഇറച്ചി ഒന്ന് നമുക്കൊന്ന് 10 മിനിറ്റ് വയ്ക്കാം. നല്ലപോലെ കുഴയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമേ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിക്കാം, അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് ചാറൊന്നുമില്ല, ഒരു റോസ്റ്റ് പരുവത്തിലാണ്. ചെറിയ രീതിയിലേ അപ്പോൾ ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക. അത് നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ താറാവ് ഇറച്ചി നമുക്ക് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന പരുവത്തിൽ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരണം. ഒന്ന് വഴറ്റിയെടുക്കാം, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് തീ ഒന്ന് കൂട്ടാം. ഇതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന പരുവത്തിൽ നല്ലൊന്ന് കുഴച്ച് സെറ്റാക്കാം. വെളിച്ചെണ്ണ എല്ലാവിടെയും നല്ലപോലെ ഒന്ന് സെറ്റായി വരുന്ന പോലെ നല്ലൊന്ന് കുഴച്ച് സെറ്റാക്കി എന്താ പറയുക കുഴഞ്ഞ് വരണം. വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലെ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം അടിപ്പിടിക്കരുതല്ലോ. അതുകൊണ്ട് ചെറുതായിട്ട് ആവശ്യമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഇപ്പോൾ നമ്മൾ ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയിലിടയിൽ 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ താറാവായതുകൊണ്ട് ഒന്നുകൂടി നല്ലതായിട്ട് വേവണം. അതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല വേവട്ടെ, നന്നായി വെന്തോട്ടെ. നമ്മുടെ താറാവ് കറി ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിൽ എരിവുണ്ട് എങ്കിലും നമുക്ക് പച്ചമുളക് ഒന്ന് നടുവായി കയറിയിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താറാവ് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. കറിയായി നല്ലപോലെ വഴറ്റി വന്ന് നല്ലപോലെ എന്താ പറയുക കുഴഞ്ഞ് സെറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ചാറൊക്കെ പോയി, അതിൻ്റെ ഗ്രേവിയൊക്കെ പോയി കുറഞ്ഞ് നല്ലപോലെ സെറ്റ്. ഇനി നമുക്കതിൽ മല്ലിത്തഴ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നല്ല മണത്തിന് നല്ല മണവും എല്ലാം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മല്ലിത്തഴ, പുതിന ഉണ്ടെങ്കിൽ അത്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഇനി ഒന്നും കൂടി അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി കഴിക്കാനായിട്ട് ഞാൻ ചോറല്ല, ഞാൻ ദോശയാണ് എടുക്കുന്നത്. നമ്മുടെ നാടൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ നല്ല 2 ദോശയും കൂടി എടുക്കാം. ഓക്കെ, ദോശയോടെ ആകുമ്പോൾ നല്ല സെറ്റായിരിക്കും. ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി ഏത് പലഹാരത്തിനോട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. പക്ഷേ ഞാൻ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ദോശമാവ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ 2 ദോശ നമുക്ക് ചുട്ടെടുക്കാം. വാവ്, അടിപൊളി. ആ ദോശൻ്റെ ഒരു സ്മെല്ല്, അടിപൊളി, നൈസായിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. താറാവ് കറിയും താറാവ് റോസ്റ്റും നമ്മുടെ ദോശയും കൂടി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എൻ്റെ വായിലാണെങ്കിൽ വെള്ളം ഊറി വരുന്നുണ്ട്. അപ്പോൾ ദോശൻ്റെ പീസ് ഒരു കഷ്ണവും പിന്നെ ഒരു കഷ്ണം എന്താ അടിപൊളിയായിട്ടുണ്ട്.
നല്ലൊരു കയറ്റി നല്ലപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ആളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.